സോ ഇത് നടക്കുന്നത് എവിടെയാണ്? മെഡിറ്റേഷനിൽ തന്നെയാണ്. അപ്പോൾ മെഡിറ്റേഷനിൽ കുറേ ഡൈമെൻഷൻസ് ഉണ്ട്. എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഡൈമെൻഷനാണ്, സൈലൻസിലിരിക്കുന്നത് മറ്റൊരു ഡൈമെൻഷനാണ്, കാഴ്ചകളിൽ കൂടി ചെയ്യുന്നത് മറ്റൊരു ഡൈമെൻഷനാണ്, ഹാപ്പി കമ്മ്യൂണിക്കേഷനിൽ കൂടി മറ്റൊരു ഡൈമെൻഷനാണ്, രേവതിയെ പോലെ ഫുഡ് കഴിക്കുന്നത് മറ്റൊരു ഡൈമെൻഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ പറഞ്ഞില്ലേ, എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, ഏതവസ്ഥയിൽ എങ്ങനെ നിങ്ങൾ കഴിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കുറച്ച് എന്താ പറയുക, കുറേ ഫ്രൂട്ട്സും കുറേ ബ്രോക്കോളിയും മറ്റേ സാലഡ്, മറ്റേ വെജ് സാലഡും എല്ലാമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുവാണ്. ഓക്കെ, നിങ്ങളുടെ ഹെൽത്തി നല്ലൊരു ഫുഡ് വരുവാണ്. പക്ഷെ നിങ്ങൾ പെയിനെടുത്ത് വിഷമിച്ച് നാളത്തെ സങ്കടം, ഇന്നലത്തെ സങ്കടം, കഴിഞ്ഞ വർഷത്തെ സങ്കടം, ആദിയും നെഞ്ചിടിപ്പും കൊണ്ട് നിങ്ങൾ തൃപ്തിയല്ലാതെ ഇനി ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് എൻറിച്ച്ഡ് ആയിട്ടുള്ള കാര്യം ബോഡിക്കകത്ത് കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല. രാവിലെ ചിയ സീഡിട്ട് വെള്ളം കുടിക്കുന്നു, 11 മണിക്ക് കുറേ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സാലഡ് കഴിക്കുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കുന്നു. നിങ്ങൾ വൈകിട്ട് എന്തെങ്കിലും നിങ്ങൾ എടുക്കുന്നതെല്ലാം നിങ്ങൾ ഡയറ്റ് നിങ്ങൾ നോക്കി ഭയങ്കര വാല്യുബിളായിട്ടുള്ള സാധനമാണ് എടുക്കുന്നത്. പക്ഷേ ഇതും നിങ്ങൾ പീസിലിരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ സെൽസ് ഇതിനെ റിജക്റ്റ് ചെയ്യും. നമ്മുടെ ബോഡി സെൽസിന് നമ്മൾ വിചാരിക്കും കുറേ വെള്ളം കൊടുത്താൽ എൻ്റെ ബോഡി സെൽസ് എന്താകും? ഹെൽത്തി ആയിട്ടിരിക്കും. കുറേ നല്ല ഫുഡ് കൊടുത്താൽ എൻ്റെ ബോഡി ഇതായിട്ടിരിക്കും. നമ്മുടെ സെൽസിന് ഫുഡൊക്കെ കുറച്ച് മതിയെന്നേ. നമ്മുടെ സെൽസിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കാണുന്ന ഫുഡിൽ നിന്നിട്ടുള്ള എനർജീനേക്കാളും അപ്പുറം കാണാത്ത ചില എനർജീസ് ഉണ്ട്. നമ്മുടെ തോട്ട്സിൽ കൂടി, നമ്മുടെ ഇല്യൂഷനിൽ കൂടി, നമ്മുടെ ഫീലിങ്സിൽ കൂടി കൊടുക്കാൻ പറ്റുന്ന ചില ഫ്രീക്വൻസി ഉണ്ട്. അതാണ് ശരിക്കും നമ്മുടെ ബോഡി സെൽസിൻ്റെയൊക്കെ ശരിക്കുള്ള അവരുടെ നീഡെന്ന് പറഞ്ഞാൽ. പച്ചവെള്ളം കുടിക്കുക. എങ്ങനെയാണ് മുനിവര്യന്മാരൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേന് അവർ വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് അവരിയ്ക്കുന്നത്? അവരൊരു ഫീല് കൊടുക്കുവാണ്. ആ ഫീലാണ് അവരുടെ ബോഡിയിൽ, ആ എനർജി, ആ ഫീലിന് നമ്മുടെ ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നിട്ട് എനർജീനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ സെൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ എന്ത് കഴിച്ചിരുന്നാലും ഹാപ്പി മൈൻഡിൽ കഴിക്കുക, നെഗറ്റിവിറ്റി ചിന്തിക്കാതെ കഴിക്കുക, നെഗറ്റിവിറ്റി പറയാതെ കഴിക്കുക, കരയാതെ കഴിക്കുക.